കണ്ണൂരിൽ കനത്ത നാശം വിതച്ചു മഴ. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങളും മണിക്കടവ് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലായി. അഞ്ചരക്കണ്ടിയിൽ മതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിന്നും വിദ്യാർത്ഥിനി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 25 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇളയാവൂരിലും നീർവേലിയിലും കീഴല്ലൂരും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കർണാടക വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ഉളിക്കൽ പഞ്ചായത്തിലെ വട്ട്യാംതോട്, ചപ്പാത്ത്, വയത്തൂർ പാലങ്ങൾ വെള്ളത്തിനടിയിലായി. മണിക്കടവ് ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകി. ഉളിക്കൽ പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇച്ചാട് പുഴയിലെ വെള്ളം കയറി കർണാടക വനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതായി സംശയിക്കുകയാണ്. ഇവിടെ മണിക്കടവ് ചപ്പാത്ത് പാലം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണുള്ളത്. ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ നിലവിലിപ്പോൾ വെള്ളത്തിനടിയിലാണ്. മഴ ഇപ്പോഴും തുടരുകയാണ്. ബാവലിപ്പുഴയും ചീങ്കണ്ണിപ്പുഴയും കരകവിഞ്ഞു. ആറളം പാലപ്പുഴ പാലം വെള്ളത്തിനടിയിലായി. പഴശ്ശി ഡാം പ്രദേശത്തെ കൊട്ടാരംപെരിയത്തിൽ ഓടുന്ന കാർ വെള്ളത്തിൽ വീണ് കാർ ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായിക്കാലിയിൽ റോഡ് ഇടിഞ്ഞു താണു. അഞ്ചരക്കണ്ടിയിൽ മതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിന്നും പെൺകുട്ടി തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. നീർവേലിയിൽ വീടുകളിൽ വെള്ളം കയറിയതിനാൽ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താഴെ ചമ്പാട് ചേതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 30 വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ നിന്നും വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കിവിട്ടതിനാൽ വീടുകളിൽ എത്താനാകാതെ വിദ്യാർത്ഥികൾ കുടുങ്ങി. സ്കൂൾ ബസ് ഡ്രൈവർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. കൈരളി ന്യൂസ്, കണ്ണൂർ.